പുനലൂരിന് എന്നും അഭിമാനിക്കാൻ കഴിയുന്ന തൂക്കുപാലം ചരിത്രയവനികയിലേക്ക് മറയുകയാണ്. അസ്ഥികൂടമായി വെയിലും മഴയുമേറ്റ് തൂക്കുപാലം കല്ലടയാറിന് കുറുകെ തലതാഴ്ത്തി നിൽക്കുവാൻ തുടങ്ങിയിട്ട് കാലങ്ങളേറെയായി. പുരാവസ്തു വകുപ്പിൻ്റെയും മാറി മാറി വരുന്ന ഭരണ സംവിധാനങ്ങളുടെയും തെരഞ്ഞെടുപ്പ് വാഗ്ദാനം മാത്രമായാണ് തൂക്കുപാലം ഇന്ന് സ്ഥിതി ചെയ്യുന്നത്. ജലസേചന പദ്ധതിയുടെ ഭാഗമായി വലിയ പൈപ്പുകൾ തൂക്കുപാലത്തിന്മേൽ ഘടിപ്പിച്ചതോടെയാണ് ഇതിൻ്റെ കഷ്ടകാലം ആരംഭിച്ചത്. എന്നിട്ടും വർഷങ്ങളോളം തൂക്കുപാലത്തിൽ അന്ന് സ്ഥാപിച്ചിരുന്ന തടികൾ നശിക്കാതെ കിടന്നിരുന്നു. ഒടുവിൽ പൈപ്പുകൾ മാറ്റി സ്ഥാപിക്കുകയും തൂക്കുപാലത്തെ പൂന്തോട്ടമാക്കുവാൻ അധികാരികൾ പദ്ധതി തയ്യാറാക്കുകയും ചെയ്തിരുന്നു. കമ്പകത്തിൻ്റെ തടികൾ എന്ന പേരിൽ ഊറാവിൻ്റെയും പറങ്കിമാവിൻ്റെയും തടികളായിരുന്നു ഇതിൽ പാകിയിരുന്നത്. പക്ഷേ അവയ്ക്ക് വലിയ ആയുസ്സുണ്ടായിരുന്നില്ല. കമ്പകത്തിൻ്റെ തടികൾ ലഭ്യമല്ല എന്നതാണ് ഇപ്പോൾ പറയപ്പെടുന്ന ഏറ്റവും വലിയ പ്രശ്നം. പുനലൂരിൽ ഉദ്ഘാടന ചടങ്ങിലെത്തിയ അന്നത്തെ വനം മന്ത്രി ബിനോയ് വിശ്വത്തിന് ഈ വിഷയത്തിൽ നഗരസഭ നിവേദനം നൽകിയിരുന്നു. വനത്തിൽ കമ്പകത്തടികൾ ഉണ്ടെന്നും അത് കൊണ്ടുവരുന്നതിലെ സാങ്കേതിക തടസ്സങ്ങൾ ഏറെയുണ്ടെന്നും നഗരസഭാധികാരികൾ പറയുന്നു. കഴിഞ്ഞ ദിവസം ഇതിൻ്റെ ചർച്ചകൾ കളക്ട്രേറ്റിൽ നടന്നതായി പറയപ്പെടുന്നു. തൂക്കുപാലത്തിൻ്റെ പുനരുദ്ധാരണത്തിനായി കിഡ്കോ എന്ന ഗവൺമെൻറ് ഏജൻസിയുടെ പേരിൽ 60 ലക്ഷം പുരാവസ്തു വകുപ്പ് നിക്ഷേപിച്ചിട്ടുണ്ട്. ഈ ഏജൻസി തന്നെ നേരിട്ട് ഇടപെട്ട് കമ്പകത്തടി എത്തിച്ച് നിർമ്മിക്കുവാൻ ഈ കഴിഞ്ഞ ദിവസം നടന്ന ചർച്ചയിൽ തീരുമാനമായതായി പറയപ്പെടുന്നു. നഗരസഭാ അധികാരികളെ കഴിഞ്ഞ ദിവസം നടന്ന ചർച്ചയ്ക്ക് വിളിച്ചില്ലെന്നുള്ള പരാതിയും ഉയരുന്നുണ്ട്. പുനലൂരിൻ്റെ വികസനത്തിൻ്റെ കാര്യമായതിനാൽ പ്രതിഷേധവുമായി രംഗത്തിറങ്ങുന്നില്ലെന്നാണ് നഗരസഭാ അധികൃതർ പറയുന്നത്. ചർച്ചകളും തീരുമാനങ്ങളും ഒരുപാടാകുമ്പോഴും ഒരു ചോദ്യം മാത്രം ബാക്കിയാവുകയാണ്. തൂക്കുപാലത്തിൻ്റെ ശാപമോക്ഷത്തിനായുള്ള ജനങ്ങളുടെ കാത്തിരിപ്പ് ഇനിയും എത്ര നാൾ? തൂക്കുപാലത്തിൽ നിന്നും സുജിത് സുരേന്ദ്രൻ, ന്യൂസ് ബ്യൂറോ, പുനലൂർ.